ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഓണസദ്യയിലും കല്യാണ സദ്യകളിലുമെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ. പാകത്തിന് വെച്ചാൽ ഇത്രയും സ്വാദുള്ള മറ്റൊരു കറി ഇല്ലെന്ന് തന്നെ പറയാം. സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിലല്ല സദ്യക്കുള്ള അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. 9 കൂട്ടം പച്ചക്കറികളാണ് ഞാനിവിടെ അവിയലിനായി എടുത്തിരിക്കുന്നത്. ജലാംശമുള്ള പച്ചക്കറികൾ ചേരുന്നത് കൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ ചേന ഒഴികെയുള്ള പച്ചക്കറികൾ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പച്ചക്കറികളെല്ലാം തന്നെ ഒരേ വലിപ്പത്തിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിയലിനായി ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഇതെല്ലാമാണ്: ഒരു മുരിങ്ങക്കായ, ഒരു വെള്ളരിയുടെ പകുതി അതായത് 80 ഗ്രാമോളം വരും. പിന്നെ വേണ്ടത് 4 വള്ളിപ്പയർ അതായത് ഒരു 30 ഗ്രാം, ഒരു വലിയ പടവലങ്ങയുടെ 1/4 ഭാഗം അതായത് 125 ഗ്രാമാണ് വരുന്നത്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ്. ഇത് 150 ഗ്രാം ചേന നീളത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സെപ്പറേറ്റായി വേവിച്ചെടുത്തതാണ്. മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് ചേനയ്ക്ക് ഒരല്പം വേവ് കൂടുതലാണ്. മാത്രമല്ല അതിൻ്റെ മൂപ്പിനനുസരിച്ച് വേവിൽ വ്യത്യാസം വരികയും ചെയ്യും. ഒരു വലിയ പച്ച കളറിലുള്ള വഴുതനങ്ങ അരിഞ്ഞ് അതിൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാനായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതൊരു 4 ചെറുകായ നീളത്തിലരിഞ്ഞ ശേഷം അതിൻ്റെ കറ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു മീഡിയം സൈസിലുള്ള പച്ചക്കായ ആണെങ്കിലും ഇതിനായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല പുളിയുള്ള പച്ചമാങ്ങയുടെ 1/2 ഭാഗമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുരിങ്ങാക്കായും ചേനയും മാങ്ങയും ഒഴികെയുള്ള പച്ചക്കറികൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി പച്ചക്കറികളെല്ലാം സെൻറ്ററിലേക്കാക്കി ചെറുതീയിൽ 1 മിനിറ്റ് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കുക. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കറികളിൽ നിന്നും ഇപ്പോൾ തന്നെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഈ സമയം മുരിങ്ങാക്കായ ഒന്ന് നീളത്തിൽ പിളർന്ന് അതും കൂടെ ഒന്ന് ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതൊന്നുകൂടെ 1 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും പച്ചമാങ്ങയും ചേർത്ത് തുറന്ന് വെച്ച് വേവിക്കുക. ഈ ഒരു സമയം കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ഇടികല്ലിട്ട് ഒന്ന് ചതച്ചുകൂടെ എടുക്കുന്നുണ്ട്. തേങ്ങയുടെ ഒപ്പം മിക്സിയിലിട്ട് ചതയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീരകം ചതയാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയതും ചതച്ച ജീരകവും 3 പച്ചമുളകും കൂടി 2-3 തവണ വെള്ളം തളിച്ചു കൊടുത്ത് മിക്സിയിൽ ഇതുപോലെ ഒതുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഇത് തീരെ ഡ്രൈ ആയി പോവില്ല. ഇനി ഇത് വെന്ത പച്ചക്കറികളുടെ നടുവിലേക്കിട്ട് പച്ചക്കറികൾ കൊണ്ട് തട്ടിപ്പൊത്തി വെച്ച് മൂടി കൊണ്ട് മൂടി 1 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. 1 മിനിറ്റിന് ശേഷം അരപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 4 തണ്ട് കറിവേപ്പില ഞെരടി കീറിയിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇളക്കി 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും വാസന നന്നായി പച്ചക്കറികളിൽ പിടിച്ചു കിട്ടുന്നതാണ്. 10 മിനിറ്റിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അങ്ങനെ സദ്യയിലെ ഒരു സുപ്രധാന വിഭവമായ അവിയൽ ഇവിടെ റെഡിയാണ്. പഞ്ചപാണ്ഡവ സഹോദരന്മാരിൽ ഏറ്റവും ശക്തനായ ഭീമസേനൻ്റെ ആശയമാണ് അവിയൽ എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.